These are the machine independent macro processor features. കൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോയുടെ ഡെഫിനിഷനിൽ മാക്രോ പാരാമീറ്റേഴ്സ് ഒക്കെ തന്നിട്ടില്ലേ, ഈ മാക്രോ പാരാമീറ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് സ്ട്രിങ്ങുകൾ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രിങ്ങിൻ്റെ ബിഗിനിങ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഡോളർ ഉണ്ടാവുമല്ലോ, എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു ആരോ സൈനും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് സ്ട്രിങ്ങുകൾ ബിഗിനിങ്ങിലും എൻഡിലും കൺകാറ്റിനേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ജനറേഷൻ ഓഫ് യൂണീക്ക് ലേബിൾസ് എന്ന് വെച്ചാൽ മാക്രോയ്ക്കകത്ത് ഡെഫിനിഷനകത്ത് ലേബലുകൾ ഉണ്ടെങ്കിൽ യൂണീക്ക് ലേബലുകൾ ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസർ ഫീച്ചർ പറയുന്നത്. ഇനി അടുത്തത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ മാക്രോയ്ക്കകത്ത് മാക്രോ ഡെഫിനിഷനകത്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ്, ലൂപ്പിംഗ് സ്ട്രക്ചർ ആയിട്ടുള്ള വൈൽ, ഡു വൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുണ്ട് മാക്രോ എക്സ്പാൻഷൻ നമുക്ക് അലൗ ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ്. കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ മാക്രോയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന ആർഗ്യുമെൻ്റ് വാല്യൂ ഇന്നത് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇത്രയുമാണ്